ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോ ഞാൻ ചോദിച്ചു നല്ലോണം പഠിച്ചോന്നു. അന്ന് അവൾ പറഞ്ഞതാ മുഴുവൻ പഠിച്ചാ ഇനി നാളെ പോലെ പോണോന്നില്ല എന്ന്. പഠിക്കാൻ ഇത്ര ഒരു മടി കൊണ്ട് ഒരാളുടെ പണി കുറഞ്ഞു കിട്ടി. പക്ഷെ നീ പറയുന്നതിൽ എന്തെങ്കിലും പന്തികേടുണ്ടായാൽ ആദ്യം പോകുന്നത് നിന്റെ തലയായി. ഒരവട്ട അഡിക്റ്റ്. മുമ്പൊരിക്കൽ മെഡിക്കൽ കോളേജ് സ്റ്റോറിൽ നിന്ന് പെത്തഡിൻ മോഷണം പോയൊരു കേസുണ്ട്. ഞാനാ ഊരി കൊടുത്തത്. ഈസ് ദ ഗൈ, ഡോക്ടർ വിജയ്. പോസ്റ്റ്മോർട്ടം റിസൾട്ടിനെ കുറിച്ച് അയാൾക്ക് എന്നോടൊന്ന് സീരിയസ് ആയിട്ട് പറയാനുണ്ടത്രേ. ആര്? ഞങ്ങളുടെ PT മാസ്റ്റർ അയ്യോ, എന്റെ പടം വരയ്ക്കാൻ ഒളിമ്പ്യൻ എന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു കൊടുത്തതാ. അതുകൊണ്ടെന്താ, കുരയ്ക്കുന്ന പട്ടികൾ പല ഇനത്തിലുമുണ്ട്. അൽസേഷ്യൻ, ഡോബർമാൻ, മറ്റു പലതും. പക്ഷേ സിംഹം അതൊന്നേയുള്ളൂ, ദേവനാരായണ മൂർത്തി. ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. എന്നെ കൊല്ലരുത് എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. ചേട്ടാ, സത്യം പറയും, ശിവശങ്കരൻ എവിടെയുണ്ട്? എനിക്കറിയില്ല. അത് ശരിയല്ല, നിങ്ങൾക്കറിയാം. ഞങ്ങളെ വഞ്ചിച്ചുണ്ടാക്കിയ പണത്തിന്റെ പങ്ക് പറ്റാൻ ഇവിടെ എത്തിയിട്ട് ഒരറിവുമില്ലാതെ നിങ്ങൾ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. ചേട്ടൻ ഇനി ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ചേട്ടന്റെ ജീവൻ രക്ഷിക്കുക. ഇത് കണ്ടോ, ആരുടെ സമ്പാദ്യമാണ് ഇത്? ഏതോ അവളുടെ അമ്മയെ കെട്ടിക്കാൻ കരുതി വെച്ച പൊന്നും പണവും. ആരാണിത്? എനിക്കറിയാം, എനിക്കറിയാം. രഘുവീർ, അഞ്ജുവിന്റെ ബർത്ത്ഡേ നാളെയാണ്. അവളത് ആഘോഷിക്കില്ല. അല്ലെങ്കിൽ വേണ്ട, തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇലയിട്ട് ചെറിയൊരു സദ്യ, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. ഞാൻ അവൾക്ക് നൽകാറുള്ളത് ഇതൊക്കെയായിരുന്നു. മരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ ആഗ്രഹങ്ങളാണ് ഇതൊക്കെയെന്ന് കൂട്ടി. എങ്ങാണ്ടെന്നൊക്കെ കേറി വന്നവന്മാരും മുരണ്ടാക്കുലുങ്ങുന്ന കളരിത്തറ അല്ലടാ എന്തത്. കളരിത്തൊഴിയുടെ മാനത്തെ തൊട്ട് കളിച്ച ഒരു മറ്റവനും ജീവനും കൊണ്ട് തിരിച്ചു പോയില്ല, പോകാൻ സമ്മതിക്കില്ല. ഒറ്റ പിടി കഴുത്തൊടിച്ചു വന്ന് പട്ടിയെ കുഴിച്ച് താക്കും പോലെ കുഴിച്ച് താക്കൂടാ. താത്തിയിട്ടുണ്ട്, താത്തിയിട്ടുണ്ടാ. ദാദാ, ഗുരു ദാദാ. ദിവാരായിട്ട് ഇവിടെ ഇല്ല. ഓ, നീ ഏതാ? ഞാൻ. എന്താ നിന്റെ പേര്? അമ്പിളി. അമ്പിളി. അമ്പിളി കൊള്ളാം. അച്ഛൻ എവിടെ പോയി മോളെ? അറിയില്ല. ഞാൻ വന്നിട്ട് പോയെന്ന് മോള് പറയാതെ അച്ഛൻ അറിയണ്ടേ? കണ്ടോ നിന്റെ ഭാര്യയുടെ സ്വാർത്ഥത കണ്ടോ? അവൾക്ക് നീ വില പിടിച്ചതുപോലെ എനിക്ക് എന്റെ ചന്ദനത്തൈലവും വില പിടിച്ചതാണ്. അതവൾക്കറിയില്ല നിന്റെ ഡ്യൂട്ടി. എനിക്ക് നഷ്ടപ്പെട്ടത് ലക്ഷമല്ല, കോടിയാണ്. 4 കോടി. എനിക്കത് തിരിച്ചെടുക്കാൻ താൻ ചത്തേ പറ്റും. ഇളയ മോള നേർച്ചയും കാഴ്ചയും കൊടുത്തുണ്ടായ കുഞ്ഞിനെ മൊട്ടയടിക്കാൻ വേളാങ്കണ്ണിക്ക് ട്രെയിൻ കയറുമ്പോൾ അബദ്ധത്തില് കുഞ്ഞ് കയ്യിൽ നിന്ന് വീണ് മരിച്ചു. ആ ഷോക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനിലേക്ക് ഓട്ടോ. കുഞ്ഞിവിടെ ഉണ്ടെന്നാ അവളുടെ വിചാരം.